കച്ചവടമൊക്കെ മോശമാണ്. കിട്ടണ കാശ് ഇവിടുത്തെ പണിക്കാർക്കും പലിശക്കാർക്കും കൊടുക്കാൻ പോലും തികയണില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കണം. വിഘ്നേശ്വര നമോസ്തുതേ. പൊന്നു ജോണേട്ടാ, കട ദേ ഇപ്പൊ തുറന്നിട്ടുള്ളൂ. കാശിന്റെ കാര്യത്തിനാണ് ഇങ്ങോട്ട് വരണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പോടാ. അച്ഛനൊന്ന് പോയി നോക്കിയേ. എന്താ? വാടക കിട്ടിയില്ല. അയ്യോ, ഇപ്പൊ വേണമെന്നില്ല, പിന്നെ കിട്ടിയാലും മതി. അഞ്ജലി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് കണ്ടു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇപ്പൊ പേടിയുണ്ടല്ലേ? പേടിച്ചിട്ടൊന്നുമല്ല. ഏതായാലും നീ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, എന്നാ പിന്നെ ഞാൻ തന്നെ കൊണ്ടാക്കിയേക്കാം. ഓ, അപ്പൊ കൊണ്ടാക്കാൻ വന്നാണോ? വേണമെന്നില്ല, എനിക്കറിയാം ഒറ്റയ്ക്ക് പോവാൻ. കുറച്ച് മെല്ലെ പോവോ? ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ആണോടാ? നിനക്ക് മൂക്കിന്റെ തുമ്പത്താണോടാ ദേഷ്യം? തുമ്പെന്ന് പറഞ്ഞാ ഇവിടെയാണോടാ? എന്താ പറ്റിയേ? ചോദിച്ചു കേട്ടല്ലേ, എന്താണ്ടായേ? സത്യം പറയടാ, നിന്നെ ആരെങ്കിലും തല്ലിയോ? അയ്യോ, എന്തു പറ്റി മോനെ? എഴുന്നേക്ക്. എന്താ പറ്റി? ആ മാത്തുക്കുട്ടി എന്നെ തല്ലി അമ്മേ. കണ്ട തേണ്ടി പിള്ളേരുടെ തല്ലി വാങ്ങി ഇവിടെ നിന്ന് കരയാൻ നാണൂലോടാ നിനക്ക്. നിങ്ങൾ എന്തിനാ ഇവന്റെ മെക്കിട്ട് കയറണേ? ആ തല്ലിയമാരോട് പോയി ചോദിക്കേ. കൃഷ്ണാസൻ, ചെക്കനെ മര്യാദക്ക് വളർത്തണം. ഇങ്ങനെ നീങ്ങിക്കടാ. ഇവന്റെ മൂക്ക് കണ്ടില്ലേ? നിങ്ങളുടെ പുന്നാരവണ്ണ ഇടിച്ച് പരത്തിയതാണ്. ഇനി ആവർത്തിച്ചാണല്ല എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇങ്ങോട്ട് നടക്കടാ. കളി നീ ആരെയാ നോക്കി പേടിപ്പിക്കുന്നേ? ബോഡിന്ന് വിടറ, ഇറങ്ങി പൊക്കോണം. ഇനി മേലെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. അടിയും കൊണ്ട് നിന്ന് മോങ്ങാൻ നാണോ? തിരിച്ചറിയടാ.
കയ്യടിയും ആവേശമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണോ വിചാരം? കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അടി കിട്ടുന്നേക്കാളും നല്ലത് കൊടുക്കുന്നില്ല. എനിക്ക് പേടിയാ. തൊട്ടേനും പിടിച്ചു പൊട്ടിത്തെറിക്കുന്ന നിന്റെ ഈ സ്വഭാവം. തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലടി, അത് മാറിക്കോളും. ഫൈനൽ ഇയർ ആണെന്നൊരു വിചാരം വേണം. എക്സാംസ് പാസ്സാവണം, ജോലി കിട്ടണം. എന്റെ അപ്പൻ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തിന്? നിന്നെ കെട്ടാൻ. എന്താ വേണ്ടേ? വേണോ? അഞ്ജലി, ഈ വീട്ടിലൊരു സാധനം വെച്ചാ വെച്ചത് കണ്ട. അഞ്ജലി, അഞ്ജലി, വിളിച്ചാലും കിട്ടും. രാവണം തുടങ്ങിയല്ലോ. അതെങ്ങനെയാണ് നാട്ടിലും റോഡിലും കിടന്ന സാധനങ്ങളൊക്കെ പേർക്ക് വീട്ടിൽ കൊണ്ടുപോകും? എന്ത് സാധനം? കാറിന് കീയോടെ. അതിനെന്തിനാ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? സമാധാനത്തിൽ നോക്കിയാ പോരെ? ദേഷ്യം പിടിച്ചില്ലല്ലോ. കാറിന് കീയോടെ തന്നെ ചോദിച്ചേ. ഹലോ, ലേറ്റ് ആയ? ഞാനും ലേറ്റ് ആയി. യെല്ലോ എല്ലോ നമ്മൾ ഇതാക്കി ഇതൊന്നായിട്ട് പുസ്തകത്തിനകത്ത് അടയ്ക്കണ്ട. പകുതി പുസ്തകത്തിലും പകുതി ATM കാർഡും അടക്കി. അക്കൗണ്ടുള്ള മുഴുവൻ ATM കാർഡ് ഉണ്ട്. അത് പറ്റൂല. ഒരക്കാര് ലക്കില്ല അകാനില്ലാതെ പൈസ എടുത്ത് നശിപ്പിച്ചാല്. എന്റെ മോനെ ബഷീർ ഭയങ്കര സാധനമാണ്. പിന്നെ ഇതിന്റെ അകത്ത് 1000 ഉറുപ്പ്യ അടിച്ചു കഴിഞ്ഞാൽ 500 ഉറുപ്പ്യ കിട്ടുന്ന സിസ്റ്റം ആക്കാൻ പറ്റും. ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഇനിയിപ്പോ എന്ത് ബാങ്ക് ഇഷ്ടമുള്ള ബാങ്ക് ഉണ്ടോ? ഞാൻ പുതിയ പറ്റേ എന്താണ് പ്രകാശ? ഒന്ന് ടെസ്റ്റ് നോക്കിയത്. ഇതിന്റെ തുമ്പ് ഉണ്ടാവുന്ന എന്താണ് ചേട്ടാ? അല്ല, തെളിയുന്നില്ല. ഇത് വെച്ചു. താങ്ക്സ് ചേട്ടാ. അല്ല സാറേ, അക്കൗണ്ട് നമ്പർ കേട്ടാ കൊള്ളം. വലിയ ഒരു 14 കൊള്ളം. ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതിയാലും വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയാലും 5 കൊള്ളം പിന്നെയും ബൈക്ക്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യാ? സാർ ആ അക്കൗണ്ട് നമ്പർ എഴുതി സാറേ. ഓ, അത് മതിയല്ലേ? ഓ ശരി. ചത്തിട്ടില്ല. ഒന്ന് ബാങ്ക് വരെ വന്നതാ. തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാതിൽ. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ? സാർ അക്കൗണ്ടിലിട്ടിരുന്നോളൂ. അവിടെ പ്ലീസ്, അവിടെ ഇരുന്നോളൂ. എടുത്തു, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സാർ, കൻ ഐ ഹെൽപ്പ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്. FD ഇടണം, ഭാര്യയുടെ പേരിൽ. അയ്യോ സാർ, ഇവിടെ കുറച്ച് തിരക്കുറവുണ്ട് കേട്ടോ.
ആ എഫ് ടി കസ്റ്റം ശരിക്കും എനിക്ക് വന്ന ഞാനാ തട്ടി ഇപ്പത്തെത്തിച്ചേ. സ്മരണ വേണോട്ടോ, സ്മരണ. കാറ് മേടിച്ചെന്റെ ചെലവിലും ചെയ്തിട്ടില്ല കേട്ടോ. പ്രകാശ്, നീ പറയാനുള്ളത് പറഞ്ഞാൽ മതി. ഇങ്ങനെ മേത്തരക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് തൊടാൻ പാടില്ല? സോറി. ഹലോ. ഹലോ. ഹായ് സർ, കം ഇൻ. യെസ് മാം. ഓവർ ടൈം പണി നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ മാം? കം സിറ്റ്. തനിക്ക് തരാൻ വാങ്ങിച്ചത്. താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ whatever you like. ഇന്ന് കുറച്ച് തിരക്കുണ്ട് മാം. നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. It's okay. See you tomorrow. See you മാം. എന്നെ ഒന്നും വിളിക്കാത്ത He said, my gift. താങ്ക് യു. You're welcome. വൈകിട്ട് ഇതിന് മാത്രം എന്താ പരിപാടി? പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ. ആ ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്. ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാനെത്തി. നീ എവിടെ? ഞാനിവിടെ 3rd ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? വാ. ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്റെ ഫുൾ മൂഡാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മൂടൊക്കെ ശരിയാക്കാം. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 rupees ആവുന്നുള്ളൂ. സാറിന് പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. താങ്ക്സ്. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. എന്റെ ഭംഗിയൊന്നും നോക്കട്ടെ. എടുത്തോ. നോക്കിക്കാൾ എന്തെങ്കിലും എടുത്തോണ്ട് പോയേട്ടാ. കയ്യിലുള്ള കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. മുതലാളിക്ക് ഭ്രാന്ത് പിടിക്കും. അസിസ്റ്റന്റ് മാനേജർ ആൾ കൊള്ളാലോ. ഉടനെ പ്രൊമോഷൻ ഒക്കെ കിട്ടുമോ? ഈ പോക്ക് പോയി മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്നെ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു. ഫോൺ എടുക്കാൻ അഞ്ജലി. ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചുകൂടെ ഒച്ചത്തിൽ ചോക്കാൻ പറ്റൂ? പിന്നെന്താ?
സോറി. 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 അമ്മ സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പനെ കലിപ്പുതലോട്ട് മാറിയിട്ടല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. നീ ആ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച്. അത് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ട. തന്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലൈൻസ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തന്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ. ബി സീരിയസ്. ഓക്കെ? ഗുഡ് ഈവനിങ് സർ. സാറിന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. സാർ സാർ വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാറ് തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോ തനിക്കെന്താ ഇത്ര സന്തോഷം? സാറേ, കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എന്റെ പണി പോകും സാർ. താങ്ക് യു സാർ. അച്ഛനും ഞാൻ ബോർഡിങ്ങിൽ ചേർക്കുന്ന വിചാരിക്കുന്നത്. അപ്പം മതിച്ചിട്ട് അവൻ ഇത്രയും വഷളായത്. കാപ്പി വേണോ? വേണ്ട.
ഷോ അയ്യോ കറണ്ട് പോയി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാണാഞ്ജലി ജ്യൂസ്. ഹേ അപ്പൊ ശരി പോട്ടെ. വാച്ചു പോവാം. ഒന്ന് നന്നായിക്കോട്ടു. കണ്ട അവനെ അവൻ ശരിയല്ലേ. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, ചോദിച്ചു വെച്ചു. ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. വന്ന് കുട്ടികളെന്നുമില്ല, വലിയവരെന്നുമില്ല. ആ ചെറുക്കൻ ഇറങ്ങി പോകാൻ നേരത്തെ പറഞ്ഞ നീ കേട്ടതല്ലേ? കാര്യായിപ്പോയി. അല്ലെങ്കിൽ എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അതിനെങ്കിലും ഓടാനുണ്ടല്ലോ. സോറി, ഞാൻ ശ്രമിക്കാനിട്ടല്ല. ചില നേരത്തെ അറിയാണ്ട് എന്റെ കയ്യിൽ നിന്ന് പോകും. സിദ്ധു, എനിക്കറിയാം ഇതൊന്നും മനഃപൂർവ്വമല്ലാന്നും നീ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നും. പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല. തൽക്കാലം നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. പോരാ, ഇതെങ്ങനെ പോയാ പറ്റില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ ഇങ്ങനെ മോശമാവുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഈ ദേഷ്യം മാറണം. അതിനെ നീ തന്നെ വിചാരിക്കണം. But I'll help you. I promise. സിദ്ധു, നമുക്ക് എല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും. I'll try my best. Thank you. Promise. Love you. ഹായ്. ഹേയ് സിദ്ധു. ഹായ്. ലേറ്റ് ആയോ? കുറച്ച്. ഹായ്. എല്ലാരും ഉണ്ടോ അവിടെ? Hello, sir. Hello. Welcome. This is our zonal manager. Sir, this is my wife Anjali. Nice to meet you. Please join. ഏതാണ് ആ പെർഫ്യൂം തന്ന പെണ്ണ്? കറുത്ത സാർ. എവിടെ? പുറകെ ടാറ്റൂ ഉള്ള. പ്രായം കുറച്ച് കൂടുതലാണല്ലേ? പക്ഷെ കണ്ടാ പറയില്ല. ഞാനൊന്നും പറയുന്നില്ല. എന്റെ ഒരു ടാറ്റു. നോട്ട് ഫണി. എന്താണ് മസിലി പിടിച്ചോണ്ടിരിക്കണേ? പോയി എന്തെങ്കിലും കഴിക്കുന്നേ? ഫ്രീ ആയിട്ട് കിട്ടണല്ലേ? ഇനി അടുത്തല്ലേ കിട്ടുള്ളൂ കേട്ടാ. ഇതെന്താണ് അതും പറയാൻ പാടില്ലേ? ഹായ് ഹായ് ഹലോ. സ്മിത മേടത്ത് പരിചയപ്പെടുത്തിയ? ഇല്ല. പെടുത്തട്ടെ? പെട്ടോളാം. പെടാപ്പാട് പെടും. കോട്ടേച്ചി. Hi, Sid. Hi, ma'am. Hi. This is my wife Anjali. Oh, hi. She's so cute. Oh, വന്നിട്ട് എത്ര നേരമായോ? ഇപ്പൊ വന്നോളൂ മാം. Oh, okay. Hey, I'll take care of her. You hang out with your friends, okay? Come. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം.
ഇത് കഴിക്കണോ എന്തേ എല്ലാം കൂടി കണ്ടിട്ട് കൺഫ്യൂഷൻ ആയാ? എന്ത് കൺഫ്യൂഷൻ? പാർട്ടി ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഐസ്ക്രീം എവിടെയാണ്? എനിക്ക് തോന്നി. Hey, Siddharth. Hey, I saw your leave application. എന്ത് പറ്റി? What's it? അതെനിക്ക് മസനഗുഡി ഒന്ന് പോകണം. വൈഫിന് വീട്ടിലൊരു ഫംഗ്ഷൻ. I'll be back in 2 days. മസനഗുഡി. That's a nice place. Have fun, yeah? Thank you. Welcome. നിങ്ങൾ ഒളിച്ചോടിയാണല്ലേ കഴിച്ചേ? കണ്ടാ പറയില്ല കേട്ടാ. പുള്ളിക്കാരൻ ഭയങ്കര ചൂടിനാണല്ലേ? എങ്ങനെ സഹിക്കണ്? സമ്മതിക്കണോ കേട്ടാ? ആഹാ താനിവിടെ നിൽക്കണല്ലേ? വെറുതെ കുട്ടി പേടിച്ചിട്ടൊന്നും മിണ്ടാത്ത. ശരിയെന്നാ വരട്ടെ. കഴിച്ചാവല്ലോ, പോയി കഴിക്കുമല്ലോ. അവനെന്താ പറഞ്ഞിട്ട് പോയത്? സിദ്ധു സിദ്ധു രാവിലെ ഇറങ്ങേണ്ടതല്ലേ? ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇറങ്ങിയാലോ? ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് കഴിച്ചിട്ട് പോവാം. വിശക്കുന്നുണ്ട്. സിദ്ധു നീ എടുത്തോ, ഞാൻ പോരാ. ഒരു ഡ്രിങ്ക്സിന് കൊടുത്തോ? ഇല്ല, ഞാനിപ്പോ ഇറങ്ങും. ഉറപ്പാണോ? ഡ്രൈവ് ചെയ്യണം. ഓക്കെ സിദ്ധു, അടുത്ത സൺഡേ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ട്രീറ്റ് ഉണ്ട്, വീട്ടിൽ വെച്ചാ. നീ വൈഫിനെ കൂട്ടി വരണം. ഷുവർ ഷുവർ. മറ്റുള്ളൊരു പാർട്ടിയോട് എന്ത് സന്തോഷം എന്നറിയോ? ഒരു കാറ് മേടിച്ചിട്ട് പുറകെ എടുത്ത് ചെലവ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. സമ്പാദിച്ച് കൂട്ടിന് കള്ള. കുറെ നേരെ തുടങ്ങി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് മേത്തടി സംസാരിക്കരുത്. നിനക്കെന്താ തലേ കയറി? ഞാനെന്ത് പറഞ്ഞു? ഏത് നായിന്റെ മോളാ കിടന്ന് തുറക്കം വരാത്ത? നിന്റെ നാവിറങ്ങിപ്പോയോ? ഹലോ 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 മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ, സിദ്ധുവിന് ആള് മാറിപ്പോയതാ. എൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. നമ്പർ നോക്കാതെ സിദ്ധു ഫോൺ എടുത്തത്. ഞാൻ സിദ്ധുവിന് ഫോൺ കൊടുക്കാം. എനിക്ക് വേണ്ട, വരുന്നെങ്കിൽ നേരത്തെ പുറപ്പെടാൻ പറ. നിങ്ങൾ പുറപ്പെട്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ പപ്പ വിളിച്ചത്. ശരി അമ്മ, വിളിക്കാം. സമാധാനായല്ലോ? ഞാൻ അറിഞ്ഞു നിന്റെ പപ്പയാണ്. പപ്പയല്ലെങ്കിൽ തെറി വിളിക്കോ? അങ്ങനെ തല്ലിയും തെറി വിളിച്ചും ആരും എന്നെ സഹായിക്കണ്ട. ഒന്ന് സഹിക്കാൻ പറ്റാത്ത ഞാൻ പണ്ടേ എങ്ങനെ എനിക്ക് എങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്നോട് ഇറങ്ങി പുറപ്പെട്ടത്.
ഇപ്പൊ എന്നെ സഹിക്കാൻ പറ്റാതെ നീ എന്റെ കൂടെ നിൽക്കണ്ട. എന്താ വെച്ചാൽ തീരുമാനിച്ചു? ഓഹോ, അതാണല്ലോ അതിന്റെ സൊല്യൂഷൻ. ഞാനും കൂടെ പോയാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല. നീ കൂടി പോയി എന്ത് സംഭവിക്കും? ഞാൻ ചത്തു. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. സൗരണ്ട് എന്നാ മതി. ഇറങ്ങിപ്പോക്കോ. നീ കണ്ടവരാണ് കാണിച്ചത്. എനിക്ക് വേണ്ടി അയാൾ പൊക്കോട്ടെ. പ്ലീസ് സിദ്ധു.
Look at you. ഇത്രയേ ഉള്ളൂ നീ. How easily you lose your temper. അയാള് റോങ് സൈഡ് കയറി പോയ നീ കണ്ടതല്ലേ? അതുകൊണ്ട് അയാളെ മര്യാദ പഠിപ്പിക്കണോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? നിനക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഇങ്ങനെ എടുത്തു ചാടുന്ന ഒരാളുടെ കൂടെ എനിക്ക് വയ്യ. എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ ജീവിക്കണം. എനിക്ക് വിശക്കുന്നു. നിനക്ക് ആ ടൗണിൽ പോയി പറഞ്ഞൂടാ. ഇനിയിപ്പോ അങ്ങോട്ട് കടകളൊന്നും കാണില്ല. പുറയിലുണ്ട് സാറേ. ആ തൂക്കിച്ചിട്ടുണ്ട്. எங்க போறீங்க சார்? மசனகுடி வரேன். எங்க இருந்து வரீங்க? கொச்சி சார். சரி போங்க சார். இங்க ஏதாவது ஹோட்டல் இருக்குமா? இப்படியே கொஞ்சம் முன்னாடி போனீங்கன்னா ஹைவே பக்கத்துல ஒன்று இருக்கு. ஓ ஓகே. தேங்க்யூ சார். दे होटल. വാഷ് അവിടെ. ഇവിടുന്ന് കഴിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹെഡ്ലൈറ്റ് ഓണോ? കറുത്ത കോഴിമുളക് പോട്ട് നോടനോ നല്ല ഉശിരുള്ള പൂവൻ പെടാൻ പെടാണ്ടോ? സാവിത്രിയേ എന്താണ് എന്താണ് ചക്കരെ ഇതിന്റെ പൂവൻ തന്നെ പെടയാണല്ലോ. പെടക്കണ കാലത്തോടെ അങ്ങോട്ട് പെടക്കിട്ടടി. അവനെന്താ ഒന്ന് പറഞ്ഞിട്ട് പോയത്? എന്തിനാ? ഇനി അയാളുടെ മെക്കിട്ട് കയറാനാണോ? അയാളൊന്നും പറഞ്ഞില്ല.
നമുക്ക് ഇറങ്ങിയാലോ? കുഴപ്പമില്ല, ഇനിയിപ്പോൾ വേറെ ഹോട്ടലൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിച്ചിട്ട് പോകാം. എക്സ്ക്യൂസ് മീ. ഹലോ, ചേട്ടാ, എന്താ കഴിക്കാനുള്ളത്? എന്താ വേണ്ടത്? ഇവിടെ എന്താ ഉള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദോശയുണ്ടോ? ദോശയില്ല. ചപ്പാത്തി? ചപ്പാത്തിയും ഇല്ല. എന്നാ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. തനിക്ക് എന്നത് ആദ്യമേ പറഞ്ഞൂടെ? ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചേട്ടാ, രണ്ടാൾക്ക് കഴിക്കാൻ പൊറോട്ടയും കറി എന്തായാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പോരെ? എന്താ സിന്ധു, നീ എന്തിനാ അയാളോട് ചൂടായത്? ചൂടാവണ്ട്, അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഹോട്ടലിൽ നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല. തുടങ്ങി ഉപദേശം. അതവിടെ വെച്ചാ മതി. ചേട്ടാ, ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത്? എന്താ വേണ്ടേ? ജ്യൂസ് ഉണ്ടോ? ആ, ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്, സോഡയുണ്ട്, കോളയുണ്ട്. സിന്ധു, നിനക്ക് എന്താ വേണ്ടേ? എന്തെങ്കിലും പറ. ചേട്ടാ, 2 പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് വേണം. ആ, ഫ്രഷ് വേണം അല്ലേ? ആ. ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. നീ ഇങ്ങോട്ടേക്ക്. Please, I'll manage. സാവിത്രി, എന്താ ചക്ര? വാ. എന്താണോ? ചേട്ടാ, ആ ഗ്ലാസ്സിൽ എന്തോ ഉണ്ട്. എന്ത്? ഈച്ചയല്ലേ?
ഇവിടെ കേറണ്ടായിരുന്നു. നമുക്ക് വേഗം ഇറങ്ങാം. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ശരി, വേമ്പ. ബില്ല്. കൂട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങിയെടുക്കാൻ പറ്റണല്ലോ വെച്ചാനെ. പിന്നെ എന്ത് ചെയ്യാനും. ഈ ബില്ലിന്ന് ഒരു 80 രൂപ കുറച്ചേ. എന്താ സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞാ? ഈ ബില്ലിന്ന് ഒരു 80 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര വെച്ചാൽ പറ. ഇത് എത്ര നോക്കിയടാ? ഇത് എത്ര കുറക്കാൻ പറഞ്ഞ? 80 രൂപ കുറക്കാൻ. സാറേ, ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നുമില്ല. അത് 80 രൂപയെ. കാശിനൊക്കെ ഭയങ്കര വിലയാണ്. 130 പലിശ. ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല. അതിന്റെ കാശ് കുറയ്ക്കാനാ പറഞ്ഞത്. കുടിക്കാത്തതിന് ബില്ല. രാമണേ, ബില്ലൊക്കെ നോക്കണ്ടേ? സാർ ജ്യൂസ് കുടിച്ചല്ലെന്നാ പറയണത്. അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തുള്ളൂ. അത് കുടിക്കാത്ത എന്റെ കുറ്റമാണോ? അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ, അതിന്റെ ഒരു മര്യാദ. കഴിച്ചെന്നല്ല, അത് 10 പൈസ ഞാൻ തരില്ല. സാർ ചൂടാവല്ലേ സാറേ? സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ല. ബില്ലല്ലാതെ ഇവിടുന്ന് പോകാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇല്ല ജോണേട്ടാ? ഭീഷണിയാണ്. എന്നാ പിന്നെ താമൊന്ന് മേടിക്കും. സാറ് കലിപ്പിലാണല്ലേ അക്കരെ. സാർ ഒരു കാര്യം ചെയ്യും, വയറ് വെച്ച് കഴിച്ചതല്ലേ, കാശൊന്നും തരണ്ട, ഞാൻ വക വെച്ചേക്കാം. സാറ് വിട്ടോ. താനെന്താ ആളെ കളിയാക്കാം? തന്റെ സൗജന്യൊന്നും എനിക്ക് വേണ്ട. ബില്ല് എത്ര വെച്ചാൽ പറ. കാശ് തരണമെങ്കിൽ മുഴുവൻ തരണ്ട വരും. ആ ബില്ലങ്ങ് കൊടുത്തേക്ക്, നമുക്ക് പോവാം. നിന്റെ കാശുണ്ടോ? അയ്യോ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. പേഴ്സ് എടുക്കാതെ വീട്ടുകാർക്ക് പുറപ്പെട്ടു. എന്നോട് എന്തിനാ ചൂടാവുന്നേ? നിന്റെ കയ്യിലെ കാശ് എവിടെ? ഇറങ്ങാൻ നേരത്തെ ഹൗസ് ഓണർ ഒന്ന് വാടക വെച്ചു. കാശെടുത്ത് അയാൾക്ക് കൊടുത്തു. ഇനി എന്തെയും? ചക്കരെ, സാറ് പെട്ടെന്നാ തോന്നണത്. ഞാനും പെട്ട് ജോണേട്ടാ. നിനക്ക് ഈ കൊച്ചു പെമ്പിള്ളേരെ കാണുമ്പോ ഇളക്കുത്തിരി കൂടുതലല്ലേ അക്കരെ? കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ? പോവാ. അയ്യോ, ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ. നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. എന്റെ കാശില്ല. ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശ് വേണ്ടെന്ന്. ആ കൊച്ചിന്ന് വേർക്കണം. ഇവിടെ അടുത്ത് വല്ല ATM ഉണ്ടോ? സാറ് പിന്നെയും കലിപ്പാണല്ല. ഇവിടെ അടുത്ത് ATM ഉണ്ടോ അക്കരെ? സാറിന് എത്ര മാനക്കേടാണ് ഈ സാറ് കാശ് തന്നിട്ട് പോട്ടെ ജോണേട്ടാ? ATM ഇവിടെ അടുത്തുണ്ടല്ലോ. ഈ വഴിക്ക് ഞങ്ങൾ 2 കിലോമീറ്റർ പോയാൽ മതി. എന്നാ പിന്നെ അങ്ങനെ കേട്ടെ, സാറ് പോയിട്ട് വാ. അങ്ങനെ അങ്ങ് പോയാലോ സാറേ? കച്ചവടം ഉറപ്പിച്ച സ്ഥിതിക്ക് സാറ് പോയിട്ട് തിരിച്ചു വരുന്ന എന്താ ഉറപ്പ്? ചക്കരെ, നിനക്കെന്ത് തോന്നണ്ട? ഓ, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ജോണേട്ടാ. ആ, ചക്കരക്ക് ഉറപ്പില്ലെങ്കിൽ എനിക്കൂല. ഒരു കാര്യം ചെയ്യട്ടെ ജോണേട്ടാ, സാറ് പോയിട്ട് വരട്ടെ. അതുവരെ ചേച്ചി ഇവിടെ നിന്നോളൂ. അത് കൊള്ളാം.
നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലേ ആക്കരെ? കണ്ടാ പറയില്ലല്ലേ? ഇല്ലടാ. സാറ് വാച്ചൂരുണ്ടല്ലോ ജോണേട്ടാ. അയ്യോ സാറേ, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വെറുതെ മോശക്കാരാക്കല്ലേ. സാറിന് നമുക്ക് വിശ്വാസമാണ്. സാറ് പോയി വെച്ച് തന്നാ മതി. കൊച്ചിവിടെ സേഫായിരിക്കും. നീ പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്കോ? പറയുന്ന കേക്ക്. നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. സാറിന് നിന്നെക്കാളും ബുദ്ധിയുണ്ട് രാക്കറെ. സോറി. സിത്തു, ഞാൻ പോയിട്ട് വരാം. അതുവരെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. വണ്ടി കയറില്ല. കൊച്ചു പോയിട്ട് വരട്ടെ. സാറിങ്ങ് പോരെ.
ഡയമണ്ട് സാറേ അത് വർക്ക് ചെയ്യില്ല. അതെ ഫോൺ ചെയ്യണമെങ്കിൽ എഴുതിയെന്നേ. സാറാകെ ടെൻഷനിലാണല്ലോ. ഭാര്യയുടെ ഫോണിലോട്ടെ മറ്റുള്ളവന്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. அண்ணா என்னடா சாமியார் வட்டி கொடுத்துட்டாரு. എന്താടാ சீக்கிரம் ചേട്ടാ ഇവിടെ അടുത്ത ATM ഉണ്ടോ? ATM இங்க எங்கயாவது இருக்கா? தெரியாது பேங்க் கேஷ் இங்க போலீஸ் ஸ்டேஷன் இருக்கா? அங்கயா? വിദ്യാജി കൊച്ചിന്റെ കാര്യം തീരുമാനമായി. വീടില്ല ഞാൻ. ഇവനല്ലേ പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുക്ക. വന്നിരിക്കുന്നു ശാപം. நேற்றே கடன் சொன்னல போடு 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 வந்துச்சா போடு 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 അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? നിന്നെ കണ്ടാ പറയില്ലോടാ. നിന്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. വണ്ടി എടുക്കടാ, ധൈര്യം ഉണ്ടേ വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ.
വന്ന് കേറിപ്പത്തോട്ട് തുടങ്ങിയതാണ്. ഇവനകത്തിട്ട് പൂട്ടറാ. அண்ணா சீக்கிரம் போங்க. വിദ്യാജി പോണ പോക്കണ്ടേ കൊച്ച് വീട്ടില്ല ഞാൻ.
കുഴിയിൽ വീണ. ഓ എന്തൊരു സ്പീഡായിരുന്നു. തുറക്ക്. ആരുമില്ലാന്ന് കറക്റ്റ് സമയത്ത് വന്നോളും. അത്താഴം മുടക്കിയാള്. நான் தான் சார் உங்களுக்கு ஃபோன் பண்ணேன். இந்த பொண்ணு செக் போஸ்ட் கிட்ட இருக்க ஓடி வரும் சார். ஃபர்ஸ்ட் வண்டி ப்ளீஸ். தப்பா நடந்துட்டா சார். வண்டி வந்தோடனே ஓடிட்டா சார். யோ கார் எடுத்து பின்னாடி வாயா. சரி சார். மேடம் நீங்க இங்கே உட்காருங்க, நான் உள்ள போய் பார்த்துட்டு வரேன். யோ இங்க வா சார். சீக்கிரம் ஒரு ஆம்புலன்ஸ் கூப்பிடுயா. இப்படியே விட்டா சத்துட போறான். கூப்பிடுறேன் சார். சீக்கிரம். ப்ளீஸ் ப்ளீஸ் அங்க போகாதீங்க ப்ளீஸ். நீங்க பார்க்க வேண்டாம் மேடம் ப்ளீஸ். സിന്ധു സിന്ധു അഞ്ജലി யோ வந்தாயா? புடியா புடியா அவனை வாயா. கான்ஸ்டபிள் இந்த கத்தியட சார்.
സിസ്റ്റർ ഞാനൊന്ന് പറഞ്ഞോട്ടെ முதல்ல வந்து வண்டியில இரு, அப்புறம் பேசிக்கலாம். ஏய் சார் வாடா சார் ப்ளீஸ் அஞ்சலி. டிப்ஸ் ஏத்துங்க. பேஷண்ட்டுக்கு வயிற்றுல பலமா அடிபட்டு இருக்கு சார். அவருக்கு சர்ஜரி பண்ண வேண்டியதா இருக்கு. ஓகே. மசினகுடி பெரிய ஹாஸ்பிட்டலுக்கு கொண்டு போங்க. அதுக்கு முன்னாடி வாக்குமூலம் வாங்கிக்கோங்க. சரி. வா. நஜான் எப்படி இருக்க? இந்த ஆளுக்கு உனக்கு என்னையா பிரச்சனை? அவன் தானே உன்னை குத்துனது? അകത്തിട്ട് പൂട്ടാ. കച്ചവടൊക്കെ എങ്ങനെയുണ്ട് ജോണേട്ടാ? അവന്മാർക്കൊക്കെ സ്നേഹം ഇപ്പോഴും കാശിനോട് തന്നെയാ. നീ എന്റെ കട കയ്യറല്ലേ? അടിച്ചോടിക്കണവന്മാരെ. சீக்கிரம் போங்க.
വണ്ടി എടുക്കടാ. മണി സാറേ ഒരു കൈ തന്നാ രക്ഷപ്പെടും. ഭാര്യ 2 കുട്ടികളുള്ളതാ. വെള്ളം വെള്ളം സാറേ. அந்த ஆளுக்கு ஏதாவது ஆச்சுன்னா நீங்க வர வேண்டியிருக்கும். சரி போங்க. വണ്ടി ഞാൻ എടുത്തോളാം. സോറി. ഇന്നലെ എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടത്? ഇന്നലെ രാത്രി ഞാൻ ആകെ പേടിച്ചുപോയി. എന്നെ അമ്മമാർക്കിടെ നിർത്തിട്ട് പോകാനുള്ള ധൈര്യം തോന്നിയില്ല. ഒരു 80 രൂപ കൊടുത്ത് ഒഴിവാക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നു. ഞാനായിട്ട് നിർത്തി. അതിന് നമ്മുടെ പ്രശ്നം തുടങ്ങിയത് ഹോട്ടലിൽ നിന്നല്ലല്ലോ. അഞ്ജലി, എന്റെ ഈ സ്വഭാവം കാരണം നീ ഒരുപാട് വിഷമിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് മാറാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. അപ്പൊ നീ എന്നെയും കൊണ്ടേ പോവല്ലേ? സോറി